നമ്മുടെ ഉണ്ണി മോഹൻൻ്റെ മാർക്കോ എന്ന് പറയുന്ന ഒരു അടിപൊളി പടം ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുമ്പോൾ 50-50 ചാൻസ് ആണ് കേട്ടോ. എല്ലാ ആളുകൾക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പറയാനും കാരണമുണ്ട്, മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച വയലൻസ് കാണിച്ചിട്ടുള്ള സിനിമയാണ് മാർക്കോ. നാളെ ഒരു സിനിമ ചെയ്യാൻ വരുന്ന ആളുകൾക്കും മാർക്കോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് കാണിച്ചുകൂടാ എന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വയലൻസ് ഈ സിനിമയിലുണ്ട്. പിന്നെ ഗർഭിണിയായിട്ടുള്ളവരും ലോല ഹൃദയരായിട്ടുള്ളവർ ഈ സിനിമ കാണാൻ പോകരുത്. പറയാൻ ആ കാരണം ഇത് തന്നെയാണ്, വയലൻസ്, ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള വയലൻസ്. പിന്നെ അത് നായകൻ്റെ സൈഡിൽ നിന്നാണോ വില്ലൻ്റെ സൈഡിൽ നിന്നാണോ എന്നുള്ളത് സ്വയം കണ്ട് വിലയിരുത്തേണ്ടതാണ്. മറ്റുള്ള ആരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്, കാണേണ്ട സിനിമ തന്നെയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതിൽ എടുത്ത് പറയേണ്ടത്, ഉണ്ണി മോഹൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പാവം മാക്സിമം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് സാറിൻ്റെ ആ ഒരു ക്യാരക്ടർ, അദ്ദേഹം ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ട് വരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലുള്ള ക്യാരക്ടർ അടിപൊളിയാണ് അദ്ദേഹത്തിൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന പയ്യനെ നിങ്ങളൊന്ന് എടുത്ത് ശ്രദ്ധിച്ചോ, അതാണ് അഭിമന്യു. പിന്നെ ഓരോ ആളുകളും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിമന്യു ഷമ്മി തിലകൻ സാറിൻ്റെ മോനാണ് കേട്ടോ. പിന്നെ ഇതിലുള്ളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, റിവ്യൂ കാണുമോ കാണില്ലെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് നാളെ സിനിമ കിട്ടേണ്ടതാണ്. ബ്രോ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം ഒന്ന് റെഫറൻസ് ചെയ്തിട്ട് പോകണം നിങ്ങളുടെ ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം മറ്റൊരാളുടെ അവസരമാണ് നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അതിന് എത്രയും വേഗം പെർഫെക്റ്റ് ആക്കാൻ നോക്കണം, ഇനിയെങ്കിലും അടുത്ത സിനിമ കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് മാർക്ക് കാണണേ. 18 ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ വരെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത് 18+ അടിച്ചത്, എന്തുകൊണ്ടാണ് ഇതിന് A സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷമാണ് കേട്ടോ വയലൻസ് ഒക്കെ. അപ്പോൾ അത് പ്രിപ്പയർ ആയിട്ടേ പോകാവുള്ളൂ. പിന്നെ കൊറിയൻ സിനിമയൊക്കെ കാണുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നൂല. എന്നിരുന്നാലും നമ്മളെ മലയാള സിനിമയിലാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടുള്ളത്. ബെഞ്ച് മാർക്ക് തന്നെയാണ് മാർക്കോ.